+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കൃതി വർമ്മയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ വക ഒരു സ്പെഷ്യൽ സമ്മാനം. ഈ പരീക്ഷയൊക്കെ ജയിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടല്ലോ, പിന്നെ ഒരാൾക്ക് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത എന്നായിരിക്കുമല്ലോ തോന്നുന്ന സംശയം. കൃതിയുടെ വിജയത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്, കഠിനാധ്വാനത്തിന്റെ കഥ. ഒരു അപകടത്തെ തുടർന്ന് കൃതിയുടെ ഇരു കൈകളും കൈമുട്ടിന് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞു. ആ കൈമുട്ടുകളിൽ പേന ഇറുക്കി പിടിച്ചാണ് കൃതി പിന്നീട് പരീക്ഷ എഴുതുന്നത്. ഈ കഷ്ടപ്പാട് കണ്ട് പുതിയ 2 കൈകൾ തന്നെയാണ് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ കൃതിക്കായി നൽകുന്നത്. ആതിര പുതുവയലിൽ ചേരുന്നുണ്ട് തത്സമയം. ആതിര, ഒരു കഠിനാധ്വാനത്തിന്റെ കഥ എന്ന് നമ്മൾ തുടക്കത്തിലേ സൂചിപ്പിച്ചു. 4-ാം വയസ്സിലാണ് ആ ഒരു കൈകൾ നഷ്ടപ്പെടുന്നത്. പക്ഷെ പിന്നീട് അങ്ങോട്ട് പൊരുതിയുള്ളൊരു ജീവിതം തന്നെയാണ്, പൊരുതിയുള്ളൊരു ജയം തന്നെയാണ്. +2 പരീക്ഷയിലൊക്കെ മികച്ച വിജയം നേടി. അപ്പോൾ ചിലർക്കൊക്കെ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പാടിന്റെ ജീവിതവും അങ്ങനെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ തുടർന്നും ഒരുപാട് കാലം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. പക്ഷെ കൃതിക്ക് ഇനി അധിക നാൾ എന്തായാലും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ല. ഒപ്പം തമിഴ്നാട് സർക്കാരുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എന്തായാലും വിളിച്ച് കൈകൾ നൽകാമെന്നുള്ളൊരു കാര്യം അറിയിക്കുമ്പോൾ കൃതിയും വലിയ സന്തോഷത്തിൽ തന്നെയായിരിക്കും. നമുക്ക് രണ്ടുപേരുടെ ഒരു ഫോൺ കോൾ കാണുമ്പോൾ തന്നെ കൃതിയുടെ മുഖം കണ്ടാലറിയാം എത്രത്തോളം സന്തോഷമുണ്ട്. ഇനി ഒരുപാട് വിജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഈ ഒരൊറ്റ കാര്യം എന്നുള്ളത്. ഹിമ പറഞ്ഞ പോലെ തന്നെ കൃതിക്ക് ഇനി കഷ്ടപ്പാടുകളുടെ കാലം അവസാനിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇനി സ്വപ്നം കാണാം. 600-ൽ 471 മാർക്കാണ് കൃതി സ്വന്തമായിരിക്കുന്നത്. ഈ ഒരു കൈ വെച്ച് നൽകാമെന്ന് പറയുന്നതിന് പുറത്തൊരു കഥയുണ്ട്, ഇതിന് മുന്നിലൊരു കഥയുണ്ട്. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്ക് കൃതി മേടിച്ചപ്പോഴും അന്നേ മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു കൈകൾ വെക്കാനൊരു ആഗ്രഹമുണ്ട്, അത് ചെയ്ത് തരണമെന്ന്. അന്ന് മുഖ്യമന്ത്രി നൽകിയൊരു വാക്കുണ്ടായിരുന്നു, +2-ൽ ഉയർന്ന മാർക്ക് നേടുകയാണെങ്കിൽ അന്ന് ഉറപ്പായിട്ടും കൈകൾ വെച്ച് തരുമെന്ന്. +2-ൻ്റെ റിസൾട്ട് വന്ന് കൃതിക്ക് ഉയർന്ന മാർക്കുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രി കൃതിയെ വിളിക്കുകയും അതിനുള്ള ആശംസ നൽകുകയും ചെയ്തതിൻ്റെ കൂടെയാണ് കൈകൾ വെച്ച് നൽകാമെന്നുള്ളൊരു ഉറപ്പ് നൽകുന്നത്. കൃതി ഇപ്പോൾ ആശുപത്രിയിൽ ആദ്യത്തെ പ്രാഥമിക ആ ഒരു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് കൃതിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹിമ പറഞ്ഞതുപോലെ 4-ാമത്തെ വയസ്സിലാണ് കൃതിയുടെ കൈ നഷ്ടപ്പെട്ടത്. അന്നൊരു കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈദ്യുതി ലൈനിൽ അങ്ങനെ പറ്റിയൊരു അപകടത്തിലാണ് 2 കൈകളും മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥ വന്നത്. അത് കഴിഞ്ഞ് 4-ാം വയസ്സ് തൊട്ട് ഈ ഒരു 17-ാം വയസ്സ് വരെ ഒരുപാട് കഷ്ടപ്പാടുകൾ കൃതി അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റോടൊപ്പം തന്നെ ഈ പഠനത്തോടുള്ള ആ ഒരു അടങ്ങാത്ത ആ ഒരു ആഗ്രഹവും ഇതൊക്കെ കൊണ്ടായിരിക്കും +2 പരീക്ഷയിൽ 471 മാർക്ക് മേടിച്ചത് തന്നെ. 600-ൽ 471 മാർക്ക് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. കണ്ണുള്ളവർക്ക് കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ ഒരു കാര്യം. കൈയുള്ളവർക്ക് കൈയുടെ വില അറിയില്ല, പക്ഷേ ഇല്ലാത്ത കൃതിക്ക് അതിൻ്റെ വില നല്ലതുപോലെ അറിയാം. അതുകൊണ്ടാണ് അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് ആ കൈൻ്റെ മുട്ടുകൾ കൊണ്ട് പഠിച്ച് എഴുതി 471 മാർക്ക് എന്തായാലും കൃതി മേടിച്ചത്. ഇനി എന്തായാലും കൃതിക്ക് സ്വപ്നം കാണാം, പഠിച്ച് ഒരു എഞ്ചിനീയർ ആവണമെന്നാണ് കൃതി പറയുന്നത്. ഇനി എന്തായാലും 2 കൈകളും വെച്ച് കൃതിക്ക് ഇഷ്ടപ്പെട്ട എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് കൃതിക്ക് ഇനി കയറാം.